ബംഗളൂരുവിൽ ഇന്നലത്തെ അപേക്ഷിച്ച് മഴയ്ക്ക് ഇന്ന് നേരിയ ശമനമുണ്ട്. അതായത് പ്രത്യേകിച്ച് നോർത്ത് ബാംഗ്ലൂർ, സെൻട്രൽ ബാംഗ്ലൂർ മേഖലകളിൽ. പക്ഷേ പല ഭാഗങ്ങളിലും തെക്കൻ ബാംഗ്ലൂർ മേഖലയിൽ വലിയ തോതിൽ മഴ തുടരുന്നുണ്ട്. സിൽക്ക് ബോർഡ്, HSR ലേഔട്ട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ വലിയ മഴക്കെടുതിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഹൊറമാവ് മേഖലയിലാണ്. ഇന്നലെ ഇതിൽ കൂടുതൽ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഈ പ്രദേശത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ചില ആളുകൾ നമ്മോടൊപ്പം ചേരുന്നു. ഇങ്ങനൊരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവാറുണ്ടോ? ഇത് ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. അതെ. ഇത്തവണ എന്തായിരുന്നു അവസ്ഥ? ഇതിപ്പം ആദ്യത്തെ മഴയിൽ തന്നെ ഇങ്ങനെയായി. അപ്പം എനിക്ക് തോന്നുന്നത് ഗാർബേജ് ഒത്തിരി ഡ്രെയിനേജിൽ കൂടെ പോകുന്നതെല്ലാം ബ്ലോക്ക് ആക്കിയതാണ് ഇതിൻ്റെ മേജർ ഇഷ്യൂ. പിന്നെ അവിടെ ഒരു റെയിൽവേയുടെ എക്സിറ്റ് ഉണ്ട് വെള്ളം പോകാനായിട്ട്. അവിടെ ഇച്ചിരി നാരോ പോയിന്റാണ്. ഈ വരുന്ന വെള്ളം പോകാനായിട്ടുള്ള സ്പേസ് അവിടെ തികയുന്നില്ല എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്? യെസ്, കുറേ കയറി. പിന്നെ ഒത്തിരി വീട്ടിലേക്ക് ഒരുവിധം നല്ല, എനിക്ക് തോന്നുന്നത് ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം ഒരു 5, 6, 7, 8 ഫീറ്റ് വെച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നു വീട്ടിൽ കൂടെയൊക്കെ. ആളുകളൊക്കെ മാറിപ്പോയി അല്ലേ? അത് കുറേ പേര് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്നുള്ളത്. ഈ ലൈനിലുള്ള ഈ ഭാഗത്തുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരവസ്ഥയായിരുന്നു. ഇവിടെ പമ്പ് ചെയ്ത് വെള്ളം പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു നടപടികളൊക്കെ പുരോഗമിക്കുന്നു. അതിനുവേണ്ടി ആളുകളെയൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് സംവിധാനങ്ങളൊക്കെ ഫയർഫോഴ്സിൻ്റെയൊക്കെ ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. JCBയിലൊക്കെയാണ് ആളുകളെ റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഈ പുറത്തേക്ക് നോക്കിയാൽ ഈ റോഡിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്, റോഡിൽ കുഴികളുമുണ്ട്. ആളുകൾ അപകടത്തിൽപ്പെടുന്നതൊക്കെ, ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതൊക്കെ കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ പതിവ് കാഴ്ചയാണ്. ഡ്രെയിനേജ് എല്ലാം നിറഞ്ഞ് കിടക്കുകയാണ്. ഇത് ഈ ഹൊറമാവിൻ്റെ മാത്രം അവസ്ഥയല്ല. ഇന്നലെ മാന്യത ടെക് പാർക്ക് പോലുള്ള പ്രദേശങ്ങൾ ഇങ്ങനെയായിരുന്നു. സിൽക്ക് ബോർഡ് മേഖലയിലൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. സിൽക്ക് ബോർഡിൽ നിന്ന് ഹൊസൂരിലേക്കുള്ള റോഡെല്ലാം പൂർണ്ണമായും അടച്ച നിലയിലാണ്. ഇതുപോലെ തന്നെ ഇലക്ട്രോണിക് എലവേറ്റഡ് ഫ്ലൈ ഓവറും അടച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടും മഴ തുടരും എന്നുള്ള പ്രവചനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ബംഗളൂരു നഗരം ഉള്ളത്. ഏതായാലും BBMP ഇത്തരത്തിൽ JCBയും മോട്ടോറുകളൊക്കെ കൊണ്ടുവന്ന് പരമാവധി വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുമുണ്ട്. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി.